ഹായ് ഫ്രണ്ട്സ്, 2025 ഞാൻ വായിച്ച എല്ലാ പുസ്തകങ്ങളും ആഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യുമെന്നും എനിക്ക് ഇഷ്ടപ്പെടാത്ത പുസ്തകങ്ങളെ പറ്റിയും ഒരു വീഡിയോ ചെയ്യുമെന്നും. ഇതിൽ ആദ്യത്തെ പുസ്തകം വരുന്നത് ഏഞ്ചൽ ഷാജി എഴുതിയ ആസ്ക് മി എ ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു പുസ്തകമാണ്. എനിക്ക് തൊട്ടും ഇഷ്ടപ്പെടാത്ത ഒരു പുസ്തകമാണ്. 2025 ഞാൻ വായിച്ചതിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു പുസ്തകം തന്നെയാണിത്. രണ്ടാമത്തെ പുസ്തകം വരുന്നത് അമൽ CS അഭി അനു ആനന്ദം. ഈ ഒരു പുസ്തകത്തെ പറ്റിയുള്ള റിവ്യൂസും ഒക്കെ കാണുമ്പോൾ, ബാക്കിയുള്ളവരിട്ട റിവ്യൂസ് കാണുമ്പോൾ ഞാൻ വാങ്ങിച്ച പുസ്തകം മാറിപ്പോയോ എന്ന് വരെ എനിക്ക് ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രയേറെ പോസിറ്റീവ് അഭിപ്രായമുള്ളൊരു പുസ്തകമായിരുന്നു ഇത്. പക്ഷെ എനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമായില്ല. ക്ലൈമാക്സിൽ എന്തോ വലിയ സംഭവം ഉണ്ട്. എൻ്റെ ക്ലൈമാക്സ് ഒക്കെ വായിച്ചു നോക്കിയായിരുന്നു, പക്ഷെ എനിക്കും അത് ഒട്ടും വർക്കായിട്ടില്ല. നെക്സ്റ്റ് പുസ്തകമാണ് മജീദ് സയ്യിദ് എഴുതിയ ചെമ്പിലമണി കൊലക്കേസ്. ഈ ഒരു പുസ്തകം എനിക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ മെയിൻ റീസൺ വെച്ചാൽ, നമ്മളിത് വായിക്കുമ്പോൾ ഞാനിതൊരു ഒരു ക്രൈം ത്രില്ലർ ആണെന്ന് വിചാരിച്ചത് വായിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും ഇതിലെനിക്ക് തോന്നിയില്ല. പക്ഷെ ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തത് കൊണ്ടായിരിക്കും എനിക്ക് ഈ ഒരു പുസ്തകം വർക്കാവാതെ പോയത്. പക്ഷെ ഇതിലൊരു പാർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലെ ലുഞ്ചാമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറും അവരുടെ ഒരു പോർഷൻ വരുന്നുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ടോട്ടൽ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തു. കാരണം ഈ ഒരു കൊലപാതകത്തിന്റെ ആരാണ് ഇതൊക്കെ ഇപ്പൊ നമ്മളിപ്പോ നോക്കത്തില്ലേ, ഇതിപ്പോ എന്താണ് അങ്ങനെയാണ് എന്നൊക്കെ നമ്മളൊരു കൊലപാതകം നടക്കുമോന്നല്ല. പക്ഷെ അതൊന്നും എനിക്ക് ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ആൻസർ ഒന്നും കിട്ടിയില്ല. കാരണം നമ്മളിതൊരു കൊലപാതക സ്റ്റോറി എന്നൊക്കെ വായിച്ച് ക്രൈം ത്രില്ലറാണെന്നൊക്കെ വിചാരിച്ച് വായിക്കുമ്പോൾ ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇത്രയേ ഉള്ളൂ. ആ ഒരു ഫീലായിരുന്നു എനിക്കിത്. നെക്സ്റ്റ് പുസ്തകമാണ് ബിനീഷ് പുതുപ്പണം എഴുതിയ പ്രേമനഗരം. 2025 റീഡ്സിൽ ഞാൻ ഈ ഒരു ബുക്ക് ആഡ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ ഇത് വായിച്ചിട്ടില്ല. വെറും 5 പേജ് മാത്രമാണ് ഞാൻ ഈ ഒരു പുസ്തകം വായിച്ചത്. 5 പേജ് മാത്രം വായിച്ചിട്ട് നമുക്കൊരു പുസ്തകത്തെ വിലയിരുത്താൻ പറ്റത്തില്ല. പക്ഷേ ഇതെനിക്ക് തുടർന്ന് വായിക്കാൻ പറ്റുന്നില്ല. എനിക്കെന്തോ ഭയങ്കരമായിട്ട് മടുപ്പിക്കുന്ന ഒരു പുസ്തകമായിട്ട് തോന്നി. അടുത്ത പുസ്തകമാണ് അനീഷ് തോമസ് എഴുതിയ ട്രാൻസ്ജെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുസ്തകം. 2025 വായിച്ച ഇഷ്ടപ്പെടാത്ത പുസ്തകങ്ങളിൽ ഇതുമുണ്ട്. അപ്പൊ ഇതാണ് എനിക്ക് 2025 ഞാൻ വായിച്ചതിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ പോയ 5 പുസ്തകങ്ങൾ. ഇതിൽ പിന്നെയും എനിക്ക് കുറച്ചെങ്കിലും വായിച്ചതിൽ ബെറ്റർ ആണെന്ന് തോന്നിയ പുസ്തകം മജീദ് സയ്യിദ് എഴുതിയ ചെമ്പിലമണി കൊലക്കേസാണ്. പക്ഷെ ബാക്കി 4 എനിക്ക് ഒട്ടും വർക്കാവാതെ പോയ പുസ്തകങ്ങളാണ്. ഇത് പിന്നെയും ഇത് മേ ബി എനിക്ക് എൻ്റെ ഓവർ എക്സ്പെക്ടേഷൻ കൊണ്ടായിരിക്കാം ഈ ഒരു പുസ്തകം എനിക്ക് ഇഷ്ടപ്പെടാതെ പോയത്. എന്നാലും വായിച്ചിരിക്കാൻ പറ്റിയ ഒരു പുസ്തകം തന്നെയാണിത്. ബാക്കി 4 എനിക്ക് ഭയങ്കര സമയം നഷ്ടമായി തോന്നിയ 4 പുസ്തകങ്ങളാണ് ബാക്കി 4. ഇത്രയാണ് എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ 2025 പുസ്തകം. താങ്ക് യു.